ആപ്കി അദാലത്തിൽ പോപ്പ് സ്റ്റാർ ദിൽഹർ മെഹന്തിമേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം അരകണ്ടാണ് എന്നുള്ളതാണ്. സാർ, താങ്കൾ എത്രത്തോളം അരകന്റാണ് എന്നുള്ള കാര്യം ഞാൻ പിന്നീട് പറയാം. ആദ്യം താങ്കൾ ജനങ്ങളോട് ഇക്കാര്യം പറയുക. കുട്ടിക്കാലത്ത് താങ്കൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? അതേപ്പറ്റി ഞാൻ പറയാം. എൻ്റെ അച്ഛൻ, പിന്നെ എൻ്റെ അമ്മ ബൽബീർ കപൂർ. പിന്നെ ഞാൻ 5 വയസ്സുള്ളപ്പോഴേ എൻ്റെ അമ്മ പറയുമായിരുന്നു, എൻ്റെ മകൻ വലിയ പാട്ടുകാരനാണ്, അവൻ പിന്നെ വലിയൊരു സിംഗറായി മാറുമെന്ന് എൻ്റെ അമ്മ പറയുമായിരുന്നു. എനിക്ക് കിട്ടിയ ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജനിക്കുന്ന മുമ്പായിട്ട് എനിക്ക് എന്ത് പേര് വെക്കണമെന്ന് അവർ ആലോചിച്ചിരുന്നു. അവരുടെ മനസ്സിലുണ്ടായിരുന്ന പേര് ദാക്കൂർ ദലേ സിംഗ് എന്നായിരുന്നു. സോ അങ്ങനെയാണ് പേര് വന്നത്. ഈ ഡാക്കൂർ എന്നുള്ള പേര് എങ്ങനെയാണ് കിട്ടിയത്? ദലേർ മെഹന്തി എന്നുള്ള പേരാണ് ഞങ്ങൾക്കെല്ലാം അറിയാവുന്നത്. ഡാക്കു എങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു പടം ഉണ്ടായിരുന്നു, ജോഹർ മുഹമ്മദിൻ ഗോവ. അത് ചില ആൾക്കാർക്ക് ഓർമ്മയുണ്ടാകും. അതിൽ അഭിനയിച്ച പ്രേംനാഥിന്റെ പേര് ഡാക്കു ഡിലേ സിംഗ് എന്നായിരുന്നു. പ്രേംനാഥ് സാറിന്റെ പേര്. നാടിനു വേണ്ടി അദ്ദേഹം ജീവൻ അർപ്പിച്ച ആളാണ്. അച്ഛനും അമ്മയ്ക്കും ആ പടത്തിലെ ആ ക്യാരക്ടറിനെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവർ തീരുമാനിച്ചു, ഒരുപക്ഷെ മകനാണ് ജനിക്കുന്നതെങ്കിൽ അവന് ഡാക്കു ഡിലേ സിംഗ് എന്ന് പേര് വെക്കണമെന്ന്. അപ്പോൾ ഈ ഡാക്കു എവിടെങ്കിലും പോയി കൊള്ളയടിച്ചോ? കൊള്ളയടിച്ചു. ഒരുപാട്. അതെ, ഈ ലോകം മുഴുവനും ഒരുപാട് ആൾക്കാരുടെ, അതായത് എന്റെ ഫാൻസിന്റെ മനസ്സൊക്കെ ഞാൻ കൊള്ളയടിച്ചു. മ്യൂസിക് മുഖേന ഞാൻ ഒരുപാട് ആൾക്കാരുടെ മനസ്സ് കൊള്ളയടിച്ചു കഴിഞ്ഞു. ഇക്കാര്യം സത്യമാണോ? കുടുംബത്തിലുള്ളവർ താങ്കളെ അമേരിക്കയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയെന്ന്? അത് വളരെ ശരിയാണ്. എന്റെ സഹോദരങ്ങൾ ഷംസീർ, ഹർജിത്ത്, ഇവരെന്നെ വിദേശത്തേക്ക് കൊണ്ടുപോയി. 86-ലാണ് കൊണ്ടുപോയത്. എനിക്ക് പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനവിടെ എന്തൊക്കെയോ ജോലികൾ ചെയ്തിരുന്നു. ഹോട്ട്ഡോഗ്സുകൾ വിറ്റു, ബർഗറുകൾ വിറ്റു, കോഫിയുടെ ഒരു വലിയ ട്രക്കും കൊണ്ട് അവിടെയുള്ള സ്ട്രീറ്റിൽ പോയി വിൽക്കാൻ ആരംഭിച്ചു. താങ്കൾക്ക് ടാക്സി ഓടിക്കുന്ന ജോലിയാണ് കൊടുത്തത് അല്ലേ? അതെ, ഞാൻ ഒരുപാട് നാളെ ടാക്സി ഓടിച്ചിരുന്നു ബഗ്ലൈ സിറ്റിയിലെ. അത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അതെല്ലാം വിട്ടിട്ട് താങ്കൾ ഇന്ത്യയിലേക്ക് ഓടി വന്നു. അതൊക്കെ ചെയ്യുമ്പോഴും എനിക്കതല്ല എന്റെ ജോലിയും തോന്നിയിരുന്നു. ഹോട്ടോ വിൽക്കുന്നതും ബർഗർ വിൽക്കുന്നതും എന്റെ ജോലിയെല്ലാം തോന്നിയിരുന്നു. ഇതുപോലുള്ള ജോലികൾ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. ധർമ്മേന്ദ്രയുടെയും സണ്ണി ഡിയോളിന്റെയും ഒരു ഷോ ഉണ്ടായിരുന്നു. ആ നൈറ്റ് ഷോ കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുപാട് നാള് ആ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരുന്നു. ആ ഷോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എന്താണെന്ന് വെച്ചാൽ, ആ മുന്നിലുള്ള സ്റ്റേജ് അത് എൻ്റേതാണെന്ന്. ആ ഓഡിയൻസിൻ്റെ ഇടയിൽ ഇരുന്ന് അത് കാണേണ്ട ആളല്ല ഞാനെന്ന് എനിക്ക് അപ്പോൾ തോന്നി. ആളുകൾ എന്നെ കാണേണ്ടത് സ്റ്റേജിലാണ്. താങ്കൾ നിറയെ സ്വപ്നം കാണുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു. അതെ, ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ആളാണ്. ബോംബെയിൽ ഒരു ഗുരുദ്വാരയുണ്ട്, അത് ചുണാബട്ടിയിലാണ്. അവിടെ ഞാൻ തബല വായിക്കുന്ന സമയത്ത് അവിടുന്ന് എനിക്ക് മാസം ഒരു 150 രൂപ ശമ്പളം കിട്ടുമായിരുന്നു. ആ സമയത്ത് അവിടെ എന്നെ സഹായിക്കാൻ വേണ്ടി ഒരാളുണ്ടായിരുന്നു. അയാളടുത്ത് ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഒരു ദിവസം വരും നീ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ദിവസം. അയാൾ എന്നോട് ചോദിച്ചു, നീ അങ്ങനെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, നീ ഒരിക്കലും എന്നെ മാഗസിനിൽ കാണും, ദലർ മെഹന്തി അത് ചെയ്തു ഇത് ചെയ്തു, അങ്ങനെ ഒരു ദിവസം നീ എന്നെ റേഡിയോ കൂടി കേൾക്കും, ഈ പാട്ട് പാടിയത് ദലർ മെഹന്തിയാണെന്ന്. ഞാനിത് പറഞ്ഞത് കേട്ടപ്പോൾ അയാൾ എന്നെ അടിക്കാനായിട്ട് തുടങ്ങി. നിന്റെ സ്വപ്നങ്ങളൊക്കെ വളരെ വലുതാണല്ലോ എന്ന് പറഞ്ഞു. നിന്റെ യോഗ്യത എന്താണ്, നീ ഇവിടെ കിടന്ന് ചാകത്തേ ഉള്ളെന്ന് അയാൾ പറഞ്ഞു. സോ ശരിക്കും എൻ്റെ തറതാറയും ബല ഹിറ്റായതിനു ശേഷം 3 വർഷം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കണ്ടുപിടിച്ചിട്ട് ചോദിച്ചു, എന്നെ അറിയാമോ? നിങ്ങളെ ആർക്കാണ് അറിയാത്തത്, നിങ്ങളല്ലേ ഈ പാട്ടൊക്കെ പാടിയെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, 15 വർഷം മുന്നുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കാനായിട്ട്. നിങ്ങൾ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടെന്ന് ചോദിച്ചു. അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി, നമ്മൾ തമ്മിൽ 1 വർഷം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. അന്ന് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. അവരെ താങ്കൾ ഓർമ്മിപ്പിച്ചു, പക്ഷേ എത്രയോ പേരെ താങ്കൾ ഓർമ്മിപ്പിച്ചില്ല. ശരിയാണ്. അവരുടെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ജയിച്ചതിന് ശേഷം, ഒരു സ്റ്റാർ ആയതിനു ശേഷം താങ്കൾ അരഗന്റായി എല്ലാവരെയും മറന്നെന്നാണ് പറയുന്നത്. അതിലൊരു വ്യക്തിയാണ് ജവഹർ വട്ടൽ. അതെ. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഞാൻ മാത്രം ഇല്ലെങ്കിൽ ഡെലഹറി ആര്, മെഹന്തി ആരെന്ന് ഈ ലോകത്തിന് തന്നെ അറിയില്ലെന്നാണ് പറയുന്നത്. ഇവിടെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഡെലഹർ മെഹന്തി ഇല്ലെങ്കിൽ വട്ടൽ ആരാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. വട്ടലിന് ഞാൻ കാരണമാണ് ഒരു പേര് ലഭിച്ചെന്ന് പറയാൻ പറ്റും. വേണമെങ്കിൽ ഞാനൊരു അരകണ്ടാണെന്ന് പറയാൻ പറ്റും. ദലർ മെഹന്തി കാരണമാണ് അയാൾക്ക് പേര് ലഭിച്ചതെന്ന്. തുടക്കത്തിൽ മ്യൂസിക് ചെയ്തത് അദ്ദേഹം തന്നെയല്ലേ? അദ്ദേഹത്തിന്റെ പാട്ടുകളല്ലേ ആദ്യം വന്നത്? അല്ല, എനിക്ക് ശരിക്കും എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ആൾക്കാരെല്ലാം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജവഹർ വട്ടൽ സാർ ചെയ്യുന്നത് മ്യൂസിക് അറേഞ്ച് ചെയ്യുക മാത്രമാണ്, രവി പവറിന്റെയും ബബ്ലുവിന്റെയും കൂടെ. അവർ ചെയ്യുന്നത് ഇത് മാത്രമാണ്. അദ്ദേഹം ചെയ്തത് മാഗ്നം കമ്പനിക്ക് എന്നെ പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് നടക്കുകയും ചെയ്തു.
ഈ തരറ സോങ് തന്നത് എന്റെ അമ്മയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയും ചെയ്തു. എന്റെ അമ്മ പാടിയാണ് ഞാനത് കേട്ടത്. അമ്മയുടെ അടുത്തു നിന്നാണ് ഞാനത് പഠിച്ചത്. ഒരുപക്ഷെ ഈ സോങ് ജവഹർ വട്ടലിന്റെ ആയിരുന്നെങ്കിൽ അദ്ദേഹമാണ് എന്നെ ഉയർത്തിക്കൊണ്ടുവന്നെന്ന് പറയാൻ പറ്റും. കമ്പോസിഷൻ ആരുടെയാണോ ലിറിക്സ് ആരുടെയാണോ അവരായിരിക്കും ആ സോങ്ങിന്റെ യഥാർത്ഥ അവകാശി. ശരിക്കും പറഞ്ഞാൽ ജവഹർ വട്ടൽ സാർ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ മ്യൂസിക് ഡയറക്ടർ ആൻഡ് കമ്പോസിഷൻ ബൈ ജവഹർ വട്ടേൽ. ആ കാര്യം എനിക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ആയില്ല. ഒന്നുകിൽ എന്റെ അമ്മയുടെ പേര് വരണം, അല്ലെങ്കിൽ പഴയ ഒരു ഫോക്ക് സോങ് ആണെന്ന് പറയണം. നിങ്ങൾ ചെയ്യാത്തൊരു മ്യൂസിക്കിനെ നിങ്ങൾക്ക് ഇങ്ങനെ മ്യൂസിക് ഡയറക്ടറാണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഇയാൾ ഭയങ്കര അരഗന്റ് ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ. ശരിക്കും ഇതാണ് നടന്നത്. താങ്കൾ അരഗണ്ടാണോ ഇല്ലയോ എന്ന് താങ്കൾ തന്നെ പറയൂ. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അരഗണെന്ന് കേൾക്കുമ്പോൾ എനിക്ക് എന്തുപോലെ തോന്നുന്നത്. എനിക്ക് ശരിക്കും 14 വർഷം മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ, അതായത് നിന്നെ കൊണ്ടൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ പിന്നീട് കണ്ടുപിടിച്ച് അന്വേഷിച്ച് ഞാൻ നിന്നെ കാണാൻ വന്നെന്ന് പറഞ്ഞ് എന്നെ ഒരു അരകണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഞാൻ ശരിയാവുന്നത്? താങ്കൾക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി പറയാം. പറഞ്ഞോളൂ. അമിതാഭ് ബച്ചനോടൊപ്പം താങ്കൾ ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട്. അതെ അതുകൊണ്ട് താങ്കൾക്ക് പോപ്പുലാരിറ്റി കിട്ടി. അതെ, മൃത്യുദാത സത്യമാണ്. എന്നുള്ള സിനിമയിൽ അതെ അതെ. പടം ഹിറ്റായി, പാട്ട് ഹിറ്റായപ്പോൾ ഉം. താങ്കൾ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, ഇദ്ദേഹം മൃത്യുദാത്തയാണ്, പക്ഷെ അമിതാഭ് ബച്ചന് ഞാനാണ് മറുജന്മം കൊടുത്തതെന്ന്. ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയാനായിട്ട് ചിന്തിക്കുക പോലുമില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ബച്ചൻ സാറിന്റെ ഒരു ഫാൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനോട് നിൽക്കുമ്പോഴുള്ള യോഗ്യത എനിക്കില്ലായിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു ഫാൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ മീഡിയക്കാരാണ് ഇത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ റീ എൻട്രി ഞാൻ മൂലമാണെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു അല്ല, ബച്ചൻ സാറാണ് എന്നെ വിളിച്ചിട്ട് എനിക്കൊരു അവസരം തന്നതെന്ന്. ഈ പറഞ്ഞ ആരോപണം ശരിക്കും തെറ്റാണ് സർ. നമസ്കാരം സർ. നമസ്കാരം. സർ, എന്റെ ചോദ്യം ഇതാണ്. പഞ്ചാബിൽ ഇത് പുതിയ കാര്യമൊന്നുമല്ല, ദിവസം പുതിയ സിംഗുകൾ അതെ വരുന്നത്. അതെ. അവരെയൊക്കെ ഒരു കോമ്പറ്റീറ്ററായിട്ട് താങ്കൾ കണ്ടിട്ടുണ്ടോ, അതോ അവരെ ആ ലെവലിൽ കാണുന്നില്ലയോ? ഞാൻ അറിഞ്ഞിരിക്കുന്നത് ലോക്കൽ സിംഗേഴ്സിനുള്ളിൽ നിറയെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നാണ്. താങ്കൾ അവരോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ഒരുപാട് പാട്ടുകൾ പഠിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്നോട് ഗസൽ പാടാൻ പറഞ്ഞാൽ ഞാൻ അതും പാടുമായിരുന്നു. കവാലി പാടാൻ പറഞ്ഞാൽ ഞാൻ അതും പാടുമായിരുന്നു. സിനിമ പാട്ടുകൾ പാടാൻ ചോദിച്ചാൽ ഞാൻ അതും പാടുമായിരുന്നു. പഞ്ചാബി ഫോക്ക് സോങ്ങുകൾ പാടുമായിരുന്നു. അതല്ല, ഭജൻ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതും പാടാൻ കഴിയുമായിരുന്നു. ശരിക്കും ഒരു കോമ്പറ്റീഷനിൽ ഞാൻ പേടിച്ചിട്ടില്ല. എന്നെ കവാലി ഭയങ്കര ഹിറ്റായിരുന്നു. മക്ബൂലിലെ തൂ മേരെ റൂബറൂ ഹിറ്റായിരുന്നു. तू मेरे रूबरू है, मेरी आंखों की इबादत है. ഇതെന്റെ കവാലി ഫിലിമായിരുന്നു. അതുപോലെ ഗസൽ. कजरारे नैना वाले, नैना तेरे चंबल दे लुटेरे, ऊंचे मचानों से बादल उड़ाते हैं. और बोलो तारा रा कंजर कलोल कर दी, बोलो तारा रा हाय हाय ओ रब्बा, 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 हाय ओ रब्बा.